സർക്കാർ ഇത് 10ാം വർഷമായപ്പോൾ പാനിക്കായിരിക്കും. തെരഞ്ഞെടുപ്പിൽ വലിയ തോൽവി തുറച്ച് കാണും. നോക്കുക, വലിയ തോൽവി. 100-ലധികം സീറ്റോടുകൂടി UDF അധികാരത്തിലേക്ക് തിരിച്ചു വരും. അപ്പോൾ ഇതുവരെ 10 കൊല്ലം ആലോചിക്കാത്ത കാര്യങ്ങൾ, 9 കൊല്ലം ആലോചിക്കാത്ത കാര്യങ്ങൾ 10ാമത്തെ കൊല്ലം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ അയ്യപ്പനോടുള്ള ഭക്തി അപ്പം നോക്കിയപ്പോൾ വിചാരിച്ചു അത് വേറെ തരത്തിൽ ചിത്രീകരിക്കപ്പെടും. എന്നാൽ ന്യൂനപക്ഷങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് വേറെ സംഗമം. ഇതെന്താ ഇതെന്ത് പാർട്ടിയാണ്, എന്ത് സർക്കാരാണിത്? എന്നാൽ പിന്നെ എല്ലാ മതങ്ങളുടെയും എല്ലാ ജാതികളുടെയും ഉപജാതികളുടെയൊക്കെ സംഗമം നടത്തുക. എന്താ ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത്? എന്താണ് ഗവൺമെൻറ്റിൻ്റെ പർപ്പസ്? എന്താണ്? എന്ത് സെമിനാർ? ഇതൊക്കെ 10ാമത്തെ കൊല്ലം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ പോവാം. അടുത്ത മാസം ലോക്കൽ ബോഡി പ്രഖ്യാപിക്കും അല്ലേ? അത് കഴിഞ്ഞാൽ ഉടനെ മറ്റേ തെരഞ്ഞെടുപ്പായി. ഇനി ഒന്നും ചെയ്യാനുള്ള സമയമില്ലല്ലോ. ഇപ്പോഴാണ് സെമിനാർ, ഇപ്പോഴാണ് കോൺക്ലേവ്. ഞങ്ങൾ കോൺക്ലേവ് നടത്തുന്നുണ്ട്, ആരോഗ്യ കോൺക്ലേവ് നടത്തി, ഹയർ എഡ്യൂക്കേഷൻ നടത്തി. എന്തിനാ? ഞങ്ങൾ അധികാരത്തിലേക്ക് തിരിച്ചു വരും. അധികാരത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ ഞങ്ങൾ ഗവൺമെൻറ്റിനെ വിമർശിക്കുക മാത്രമല്ല, ഗവൺമെൻറ് പരാജയപ്പെട്ട സ്ഥലത്ത് ഞങ്ങൾ എന്ത് ചെയ്യും എന്ന് ഞങ്ങൾ ജനങ്ങളോട് പറയും. അതിനാണ് ഞങ്ങൾ നടത്തുന്നത്. ഇവരെന്തിനാണ് നടത്തുന്നത്? ഇവർ ഇതുവരെ ഉണ്ടായിരുന്ന പരാജയം വിലയിരുത്താൻ വേണ്ടിയിട്ടാണോ? അവസാന സമയത്ത് ന്യൂനപക്ഷ സംഗമം, അയ്യപ്പ സംഗമം, ഇങ്ങനെ തമാശയാക്കല്ലേ? ഭരണമെന്ന് പറയുന്നത് വളരെ ഉത്തരവാദിത്തമുള്ള സംഭവമാണ്. അവസാനം പിണറായി വിജയനും കൂട്ടരും കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ ഇപ്പം തന്നെ ആയി പരിഹാസപാത്രമാവും. ന്യൂനപക്ഷ സംഗമം, അയ്യപ്പ സംഗമം, ഇങ്ങനെ പരിപാടിയൊക്കെ നടത്തി ഇനി ഓരോ ജാതി ഉപജാതിയും തിരിച്ച് സംഗമം. തിരുവനന്തപുരത്തെ മാലമോഷണ കേസിൽ പോലീസിന്റെ വീഴ്ച സമ്മതിക്കുന്ന ക്രൈംബ്രാഞ്ച് റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. വ്യാപകമായിട്ട് പോലീസിനെ കുറിച്ചുള്ള അതിക്രമങ്ങൾ വരികയാണ്. നിരപരാധികളെ കൊണ്ടുപോയി പോലീസ് സ്റ്റേഷനിൽ മർദ്ദിക്കുന്ന നിരവധി സംഭവങ്ങളാണ്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, 14 ജില്ലകളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുകയാണ് പോലീസിൻ്റെ ക്രൂരത. എന്നിട്ട് മുഖ്യമന്ത്രി ഇതുവരെ മിണ്ടിയിട്ടില്ല. അവർ തമ്മിലൊക്കെ പരസ്പര വടംവലികളാണ്. മനസ്സിലായില്ലേ? ഇതൊന്നും പോലീസിന് ഒരു ഹൈറാർക്കി ഉണ്ട്. ശരിക്കും പോലീസ് ഒരു ഫോഴ്സാണ്. അത് DGP മുതൽ താഴെയുള്ളൊരു പോലീസുകാരൻ വരെയുള്ളൊരു സംവിധാനമാണ്. ഒരു ഫോഴ്സ് നിലനിൽക്കുന്നത് ആർമി ആയാലും നേവി ആയാലും എയർഫോഴ്സ് ആയാലും പോലീസ് ആയാലും CRPF ആയാലും ഒരു ഫോഴ്സിൻ്റെ ഒരു ഹൈറാർക്കി ഉണ്ട്, ഒരു സംവിധാനമുണ്ട്. ആ സംവിധാനം ഫങ്ഷൻ ചെയ്യുന്നില്ല എന്നെ ആദ്യം കേരളത്തിൽ പറഞ്ഞ ആളെയാണ്. അത് ഫങ്ഷൻ ചെയ്തില്ലെങ്കിൽ പോലീസ് ഫെയിൽ ചെയ്യും. ഒരു ഫോഴ്സ് ഫങ്ഷൻ ചെയ്യുന്ന രീതിയിലല്ല കേരള പോലീസ് ഫങ്ഷൻ ചെയ്യുന്നത്. അതിനെ ഉപജാപക സംഘങ്ങൾക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ് മുഖ്യമന്ത്രി. എന്നിട്ട് അവർ ചെയ്യുന്നതൊക്കെ ശരിയാണെന്ന് ഇദ്ദേഹം വിശ്വസിക്കുകയാണ്. ആ ഉപജാപക സംഘമാണ് ഈ കേരളത്തിലെ പോലീസിനെ സ്കോട്ട്ലൻഡ് യാർഡിനെ വെല്ലുന്ന പോലീസ് എന്ന് അഭിമാനത്തോടു കൂടി നമ്മളെല്ലാം പറഞ്ഞിരുന്ന കേരള പോലീസ് സ്റ്റാലിൻ്റെ ഗുലാഗിലെ പോലീസായി മാറി.